കൊട്ടിയൂരിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവയെ മൃഗശാലയിലാക്കണമെന്നും കാട്ടിലേക്ക് തുറന്നു വിടരുതെന്നും പേരാവൂർ എംഎൽഎ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വനം വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. കൊട്ടിയൂർ പന്ന്യാമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് കൂട്ടിലാക്കിയ കടുവയെ ഉടനെ കാട്ടിലേക്ക് തുറന്നു വിടരുതെന്നും മൃഗശാലയിലാക്കണമെന്നും പേരാവൂർ എംഎൽഎ സണ്ണി ജോസഫ് വനം വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. കൊട്ടിയൂരിൽ നിന്ന് പിടിച്ചത് വളരെ വലുപ്പമുള്ള കടുവയാണ്. ജനവാസ മേഖലയിൽ അപകട സാധ്യതയുണ്ടെന്നും ജനങ്ങൾക്ക് ഭയന്നിരിക്കേണ്ട സാഹചര്യമാണെന്നും സണ്ണി ജോസഫ് എംഎൽഎ മന്ത്രിയെ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ നിന്ന് ഇന്ന് ഒരു വലിയ കടുവയെ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചിരിക്കുന്നു. ആ മേഖലയിൽ പന്ന്യാമല മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇതിനു മുൻപും നാട്ടുകാർ പരാതിപ്പെടുകയും ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് വീട്ടുപറമ്പിൽ കെട്ടിയിരുന്ന പശുക്കളെ കടുവ പിടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കടുവയുടെ അലർച്ചയും ശബ്ദവുമെല്ലാം കേട്ടതായിട്ട് നാട്ടുകാർ എന്നോട് തന്നെ പറഞ്ഞിരുന്നു. അതെല്ലാം ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ നോക്കട്ടെ, ഇല്ല എന്നാണ്. ഏതായാലും കടുവ അവിടെ കമ്പിവേലിയിൽ കുടുങ്ങി വലിയ ഒരു കടുവയാണെന്ന് ഫോറസ്റ്റുകാർ വന്ന് പിടികൂടിയിട്ടുള്ളത്. വളരെ നീളവും വലിപ്പവും ഉള്ളൊരു കടുവയാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഞാനിത് സംബന്ധിച്ച് വനം മന്ത്രി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, DFO, ജില്ലാ കളക്ടർ എന്നിവർക്ക് ഞങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അതിനെ ഒരു കാരണവശാലും സമീപത്തുള്ള ഒന്ന് കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോ അല്ലെങ്കിൽ ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോ അല്ലെങ്കിൽ വയനാട്ടിലെ ഏതെങ്കിലും വന്യജീവി സങ്കേതത്തിലോ അതിനെ തുറന്നു വിട്ടാൽ അത് വലിയ പ്രയാസമുണ്ടാക്കും. മനുഷ്യജീവനും മൃഗങ്ങളുടെ ജീവനും ഭീഷണി ഉണ്ടാക്കും, വലിയ ആശങ്ക ഉണ്ടാക്കും, ഭീതി ഉണ്ടാക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇത്രയും വലിപ്പമുള്ളൊരു കടുവയായതുകൊണ്ട് അതിനെ ഏതെങ്കിലും സൂവിലേക്ക് അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അക്കാര്യത്തിൽ ഒരു യോഗം ചേരേണ്ടതുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻ പ്രൊസീജിയറുണ്ട്, SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ. ആ വിഷയം അവിടെയുള്ള ആളുകൾ ഇന്ന പോലെ അവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് യോഗം ചേരണം. ആ യോഗ തീരുമാന അടിസ്ഥാനത്തിലായിരിക്കണം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് എന്നെല്ലാം നാട്ടുകാരോടൊന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു ആലോചനയൊന്നും നടത്താതെ ഏകപക്ഷീയമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തീരുമാനത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിലാണ് എങ്കിൽ പോലും ഞാൻ മന്ത്രി യാത്രയിലായതുകൊണ്ട് ഫോണിൽ സംസാരിച്ചു. വൈൽഡ് ലൈഫ് വാർഡനുമായിട്ടും DFOയുമായിട്ടും ഈ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുകയാണ്.